വെൽക്കം ചേട്ടാ. താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടാണോ? റെഡി? കോൺഫിഡൻസ് ആണ്? ഓക്കെ, നമുക്ക് അപ്പൊ നമ്മുടെ ജഡ്ജസിനോടൊന്ന് ചോദിക്കാം. രമേശ് ചേട്ടാ. ജോമറ്റ് ഭായി, എന്തോ നമ്മൾ തകർക്കാൻ പോവാണ്. തീർച്ചയായും. തൊടുപുഴയിൽ എവിടെ സ്ഥലം? തൊടുപുഴ മടക്കത്താനം പറയും. മടക്കത്താനം. എന്ത് ചെയ്യുന്നു ജോമറ്റ് ഇപ്പം? ചെറുതായിട്ട് മിമിക്രി ഒക്കെ ചെയ്യായിരുന്നു. ചെറുതായിട്ട് മിമിക്രി ചെയ്യാന്ന് പറഞ്ഞാൽ അത് എങ്ങനത്തെ ഒരു മിമിക്രിയാണത്? നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുള്ള മിമിക്രി അത്രേ ഉള്ളൂ. ചെയ്യുമായിരുന്നു. അത് പൊതുസ്ഥല പരിപാടികൾക്കൊക്കെ പങ്കെടുത്ത് ചെയ്യുമായിരുന്നു. പൊതുവെ പുറത്ത് പ്രോഗ്രാമിന് പോകുമായിരുന്നു. പിന്നെ ചാനലിൽ ചെറിയ പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്ത് പറ്റിയതാണ് കാലിന്? ഞാൻ വീണതാ, ടെറസിന്റെ മേളിൽ നിന്ന് വീണതാ. എത്ര വയസ്സുള്ളപ്പം? 23 വയസ്സുള്ളപ്പോൾ. 23 വയസ്സിൽ ടെറസിൽ എന്തിനു കയറിയതാണെന്ന്? ടെറസിലെ ജോലിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന 2ാം നിലയിലായിരുന്നു. അപ്പൊ അവിടെ ഈ അരപ്രൈസിൽ കയറി ഇരുന്നതാ, താഴോട്ട് മറിഞ്ഞു പോയി. അയ്യോ. അങ്ങനെ സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയി. അപ്പൊ അതിന് ചെസ്റ്റിന് താഴോട്ട് തളർന്നു പോയി. ആ വീഴ്ചയിലാണ് തളർന്നു പോയത്. പിന്നെ നമ്മുടെ മിമിക്രിയും പരിപാടികളും തമാശകളിലോട്ടൊക്കെ ഇങ്ങനെ തീർച്ചയായും ഒരു 6 വർഷമായിട്ട് കിടപ്പിൽ തന്നെയായിരുന്നു. അതിനുശേഷം ഫ്രണ്ട്സ് എല്ലാം സപ്പോർട്ട് ചെയ്ത് നീ ഇങ്ങനെ കിടക്കേണ്ട ആളല്ല എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് വീണ്ടും മിമിക്രിയിലോട്ട് തിരിച്ചു വന്നു. അതെ, അത് വന്നതിന് ശേഷം അതിന് മുമ്പുള്ള 6 വർഷവും ഇത് തുടങ്ങിയതിന് ശേഷമുള്ള 6 വർഷത്തെയും വ്യത്യാസം വളരെ വലുതല്ലേ? തീർച്ചയായും. വലിയൊരു കോൺഫിഡൻസും തീർച്ചയായും ഒരു വലിയ സുഖമുള്ള കാര്യമല്ല തമാശകൾ പറയുകയും ചിരിപ്പിക്കാനൊക്കെ തുടങ്ങുമ്പോൾ. അതെ. ഓക്കെ, വെരി ഗുഡ് അല്ലേ പ്രജേട്ടാ? മറ്റേ ഇതിൽ വന്നതിന് ഒരു ഹൃദയം നിറഞ്ഞ കയ്യടി തരികയാണ്. കാരണം ഇതൊരു വലിയ സന്ദേശമാണ്. നമ്മൾ തളരില്ല, നമ്മൾ എന്തിനേയും അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് വരും എന്നുള്ളൊരു സന്ദേശം കൂടിയാണ്. കാരണം ഈ കോമഡികൾ കേട്ട് നമ്മൾ വന്നു. ആ ഫേസ് കാണുമ്പോൾ അറിയാം നല്ല ഹാപ്പി മൂഡിലാണ് ആൾ വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങളും സന്തോഷിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, അടിച്ചു പൊളിക്കുക. അതേ പറഞ്ഞു ചേട്ടാ, എനിക്ക് കരയാനല്ല ഇഷ്ടം, ചിരിക്കാനാണ് ഇഷ്ടം. അപ്പൊ പോസിറ്റീവായിട്ട് നമുക്ക് തുടങ്ങാം. ആ ഒരു പോസിറ്റീവ് വൈബ് ഞങ്ങൾക്ക് എല്ലാവർക്കും തരൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, നമസ്കാരം. എൻ്റെ പേര് ജോമറ്റ്. തൊടുപുഴയ്ക്കടുത്ത് മടക്കത്താനം എന്ന് പറയുന്ന കൊച്ചു സ്ഥലത്താണ് ഞാൻ വരുന്നത്. വിദ്യാഭ്യാസ കാലം മുതൽ വിവാഹം വരെയുള്ള കാലഘട്ടമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മനോഹരമായ കാലഘട്ടം എന്ന് പറയുന്നത്. പണ്ട് എൻ്റെ അമ്മ എന്നെ സ്കൂളിൽ കൊണ്ടുപോകുന്നത് ഒന്നുകിൽ എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിൽ കൂടെ കൈ പിടിച്ച് നടത്തിക്കൊണ്ട് പോകും. പക്ഷേ ഇപ്പോഴത്തെ അമ്മമാർ അങ്ങനെയല്ല. ഇപ്പോഴത്തെ അമ്മമാർ വെളുപ്പിന് 6 മണിയാകുമ്പോൾ കുട്ടികളെ എഴുന്നേക്കടാ എന്ന് പറഞ്ഞ് ഊട്ടിയിട്ട് വിളിക്കാൻ തുടങ്ങും. ഇനി എഴുന്നേറ്റ് കഴിഞ്ഞാലോ കുളിക്കാനും പല്ല് തേപ്പിക്കാനും ആയിട്ടുള്ള ഒരു ഗുസ്തിയാണ്. ഈ ഗുസ്തി കഴിഞ്ഞിട്ട് പാൻറ് ഇടിക്കുന്നു, ഷൂ ഇടിക്കുന്നു, ഷർട്ട് ഇടിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു 4 ബിസ്ക്കറ്റും 1 ഗ്ലാസ് പാലും അമ്മ അങ്ങ് വെച്ച് കൊടുക്കും. ഇത് കഴിച്ചു കഴിയുമ്പോൾ ഈ കഴിച്ചു വന്ന് ഒരു കാരണവശാലും മേളികൂടെ പുറത്ത് വരരുതെന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തേൽ ഒരു കെട്ട്, താഴെ ഒരു കെട്ട്, ബെൽറ്റ്. ഇത് കഴിഞ്ഞിട്ട് കൊച്ചിനെ എടുത്തിട്ട് അമ്മ സ്കൂളിലോട്ട് ഒറ്റ ഓട്ടമാണ്. ഈ ഓടുമ്പോൾ വീണ്ടും ബസ് ചെന്നുമ്പോഴത്തേക്കും മഞ്ഞ കളറിൽ പെയിൻ്റ് അടിച്ച പിള്ളേരുടെ ലോഡിങ് വണ്ടി വന്ന് നിൽക്കും. ആ ലോഡിങ് വണ്ടിയിലിട്ട് കൊച്ചുങ്ങൾ തള്ളിവിട്ടിട്ട് അമ്മയുടെ ഒരു ഡയലോഗുണ്ട്, അമ്മയുടെ ചക്കരയല്ലേ പഞ്ചാരല്ലേ അമ്മയ്ക്ക് ടാറ്റ പറഞ്ഞേ. ഇനി ഇത് കഴിഞ്ഞിട്ട് സ്കൂളിൽ ചെന്നാലോ അവിടെ പഠിക്കാനുള്ള തിരക്കാണ്. എൻ്റെ വീടിനടുത്ത് ബിജു എന്ന് പറഞ്ഞൊരു ചേട്ടനും സന്തോഷ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. രണ്ടുപേർക്കും ഒരേ പ്രായത്തിലുള്ള കുട്ടികളുമുണ്ട്. അവർ ഒരുമിച്ച് ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്, ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പരീക്ഷ ഇട്ടു. ഈ പരീക്ഷ ഇട്ടപ്പം ഇതിനകത്തൊരു കുട്ടി തോറ്റുപോയപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ അച്ഛനമ്മമാർ കാരണം ചോദിക്കുമല്ലോ. അച്ഛൻ ഈ തോറ്റ കുട്ടിയോട് ചോദിച്ചു, ഡാ നീ അപ്പുറത്തെ വീട്ടിലെ ഉണ്ണി ഒരേ ക്ലാസ്സിലല്ലേ പഠിക്കണേ? അതെ അച്ഛേ. നിങ്ങൾ രണ്ടുപേരും ഒരേ ടീച്ചർമാരല്ലേ പഠിപ്പിക്കണേ? അതെ അച്ഛേ. എടാ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ചല്ലേ പരീക്ഷ ഇട്ടേ? അതെ അച്ഛേ. പിന്നെ നീ മാത്രം എങ്ങനെയാ തോറ്റുപോയേ? അപ്പം ഈ കൊച്ചിന് പെട്ടെന്ന് എന്നാ പറയണതെന്ന് പിടുത്തം കിട്ടിയില്ല. പുള്ളി ഒരു മിനിറ്റ് ആലോചിച്ചിട്ട് പറഞ്ഞു, അച്ഛേ ഇനി ഞങ്ങളുടെ 2 പേരുടെ അച്ഛന്മാർ വേറെ ആയതുകൊണ്ടാണോ ഞാൻ തോറ്റത്? ഈ പണ്ട് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 3-4 കിലോമീറ്റർ ബസ് കയറി പോകണമായിരുന്നു. അടുത്ത സ്കൂളിലായിരുന്നു. അപ്പോൾ ഞാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടി ബസ് കയറാനായിട്ട് പോകും. അപ്പോൾ ബസ് കയറേണ്ട ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും ഈ കണ്ടക്ടർക്ക് ഈ ST ഉള്ള പിള്ളേരെ കാണുമ്പോൾ കലിപ്പ. അപ്പോൾ ഈ പ്രൈവറ്റ് കണ്ടക്ടർ അങ്ങോട്ട് ചോദിക്കും, അതെ ചില്ലറുള്ളവർ മാത്രം കയറിയാൽ കേട്ടാ എന്ന് പറയും. അപ്പം ഇത് സ്ഥിരം ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എൻ്റെ കൂട്ടുകാർ ഇത് സ്ഥിരം ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഒരു കൂട്ടുകാരന് ഒരു ദിവസം കലിപ്പായി. പുള്ളി ഈ കണ്ടക്ടറോട് ചോദിച്ചു, രാവിലെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബസ് കയറി ചെന്നപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടക്ടറോട് ചോദിച്ചു, ചേട്ടൻ്റെ കയ്യിൽ ചില്ലറ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു, ഇല്ല. എന്നാൽ ചേട്ടൻ ആദ്യം ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അപ്പോൾ ഈ +2 കോളേജ് കാലഘട്ടത്തിലാണ് സാധാരണ നമുക്ക് പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക അല്ലേ? 6ാം ക്ലാസ്. അപ്പോൾ ഈ +2 കോളേജ് കാലഘട്ടത്തിൽ നമുക്ക് പ്രണയം ഉണ്ടാകുമ്പോൾ ഈ പ്രണയിക്കുമ്പം പ്രണയത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ആമ്പിള്ളേർ എന്ന് അവരുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് എന്നാ പറയണമെന്നറിയോ? അളിയാ
അവൾ 2 ദിവസമായിട്ട് മിണ്ടണില്ല, ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല, ചിരിക്കണില്ല എന്നൊക്കെ പറയും. എന്നാൽ നേരെ മറിച്ച് പെൺകുട്ടികളാണ് അവരെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയണമെങ്കിൽ പെൺകുട്ടികൾ എന്നാ പറയണേ, ഈ ഫ്രണ്ട് എന്നാ പറയണേന്ന് അറിയാം, ഏറ്റവും അടുത്ത കൂട്ടുകാരി. എടീ നിനക്ക് അങ്ങനെ തന്നെ വേണം, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ ആ വൃത്തികെട്ടനെ വിശ്വസിക്കല്ലെന്ന്. ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഈ കൂടുതൽ അമ്പലത്തിലും പള്ളിയിലൊക്കെ ഒരുപാട് വഴിപാട് നേർച്ചയൊക്കെയായിട്ട് പോകുന്ന കൂടുതൽ സ്ത്രീകളാണ്. കാരണം അവർക്ക് ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. നല്ല ഭർത്താവ് വേണം, നല്ല ജോലിയുള്ള ഭർത്താവായിരിക്കണം, നല്ല അമ്മായിയമ്മ വേണം, അങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ പ്രാർത്ഥനകൾ. ഒരുപാട് പ്രാർത്ഥനകളായിരിക്കും. പക്ഷെ കല്യാണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് പുരുഷന്മാരായിരിക്കും. കാരണം സ്ത്രീകളെ പോലെ ഒരുപാട് പ്രാർത്ഥന ഒന്നുമില്ല, അവർക്ക് ഒറ്റ പ്രാർത്ഥന ഉണ്ടാവുള്ളൂ, എൻ്റെ ദൈവമേ എൻ്റെ ഭാര്യയുടെ മക്കടുത്തും ജീവിക്കാനുള്ള ശക്തി തരണേ എന്നൊരു ഒറ്റ പ്രാർത്ഥന. പിന്നെ ഈ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല, നല്ല സ്നേഹമായിരിക്കും അങ്ങോട്ടും കൊടുക്കും. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ അടുത്തിടെ കല്യാണം കഴിച്ചു. അപ്പോൾ അവരുടെ പ്രണയവിവാഹമായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഭാര്യ അവരോട് ചോദിച്ചു, ചേട്ടാ നമ്മൾ പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചേട്ടൻ എന്നെ ഇതിലേക്ക് ചുറ്റി കാണിക്കാൻ കൊണ്ടുപോയി, പാർക്കിൽ കൊണ്ടുപോയി, ബീച്ചിൽ കൊണ്ടുപോയി, മൂന്നാർ കൊണ്ടുപോയി. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എന്താ ചേട്ടൻ എന്നെ ഒരു സ്ഥലത്തും ചുറ്റി കാണിക്കാൻ കൊണ്ടുപോകാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഭർത്താവ് പറയണേ, എടീ എലക്ഷൻ കഴിഞ്ഞിട്ട് ആരെങ്കിലും പ്രചരണം നടത്തുമെന്ന്. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് നമ്മുടെ ഇതുപോലെ സുഹൃത്ത് പുള്ളിക്ക് വേറെ കുഴപ്പമുണ്ട്, പുള്ളി 2.5 അടിക്കുന്ന കൂട്ടത്തില്ല. അപ്പോൾ പുള്ളി 2.5 അടിച്ചു കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്, പുള്ളി ഭയങ്കര റൊമാൻറ്റിക് ആക്കുന്നത് വേറെ ആരോടും അല്ല കേട്ടോ, സ്വന്തം ഭാര്യയോട് തന്നെയാണ്. ഇപ്പോൾ റൊമാൻറ്റിക് കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര ഒരു ദിവസം ഇങ്ങനെ 2.5 അടിച്ച് റൊമാൻറ്റിക് ആയ സമയത്ത് പുള്ളിക്കാരൻ്റെ ഭാര്യയോട് പറഞ്ഞു, എടീ ഷാജഹാൻ ചക്രവർത്തി മുംതാസിന് വേണ്ടിയിട്ട് താജ്മഹൽ കെട്ടിക്കൊടുത്തു, നിനക്ക് ഞാൻ ഇതിലും വലിയ കൊട്ടാരം കെട്ടിത്തരൂടി മുത്തേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടിട്ട് ഭാര്യ പറയാണ്, എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ കൊട്ടാരം ഒന്നും കെട്ടിയില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങൾ ഉടുത്തിരിക്കുന്ന മുണ്ടും മര്യാദയ്ക്കൊന്ന് കെട്ടാൻ പഠിക്കാം. അപ്പോൾ നമ്മൾ പൊതുവെ പറയാറുണ്ട് ചിരിച്ചാൽ ആയുസ് വർദ്ധിക്കും എന്നതിൽ. അപ്പോൾ വൺസ് അപ്പോൺ എ ടൈമിൻ്റെ ഈ വേദിയിൽ എത്തിയിട്ട് നമുക്കെല്ലാവർക്കും മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ ചിരിക്കാൻ എല്ലാവർക്കും അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജോൺ ചേട്ടാ സൂപ്പർ ആയിട്ടുണ്ട്. ഒരു ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ പറഞ്ഞ് നമ്മളെല്ലാവരും ചിരിപ്പിച്ചിട്ടുണ്ട് അല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സ്റ്റെഫി എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യ പ്രണയം? +2. പുള്ളി നിങ്ങൾ പറഞ്ഞ കറക്റ്റാ, സത്യം. ആ പുള്ളി അതാ പറഞ്ഞ +2 1, പിന്നെ കുറെ അല്ല 1 way ഒക്കെ ഉണ്ട് കേട്ടോ, എല്ലാം ഒന്നും അങ്ങനല്ല, അങ്ങനെ എല്ലാം വർക്കൗട്ട് ആവത്തില്ല. അല്ല പിന്നെ എന്റെ ഹസ്ബൻഡ് തന്നെ അറ്റത്ത് ഓൺലി 1 അറ്റത്തല്ല അല്ല ഹസ്ബൻഡ് ആയി കഴിഞ്ഞു പിന്നെ നമ്മള് സെറ്റിലായി. അതെ അതെ. ജോനറ്റെ ജോമറ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? എനിക്കറിയില്ല. ജോമറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് എന്നൊരു അർത്ഥമുണ്ട്, ഒരു മോട്ടിവേറ്റർ എന്നൊരർത്ഥമുണ്ട്. അറിയുമോ? അത് വീട്ടിൽ പോയിട്ടൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം. പേരുകളുടെ അർത്ഥം സെർച്ച് ചെയ്തിട്ട് ജോമറ്റ് എന്ന് സെർച്ച് ചെയ്താൽ അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അത് യാദൃശ്ചികമായിട്ട് വന്നതായിരിക്കും. 3-4-5 തമാശകൾ വ്യക്തമായ ടൈമിങ്ങിൽ കൃത്യമായിട്ട് പഠിച്ച് ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തു എന്നുള്ളത് ജോമറ്റിന്റെ ഒരു വലിയ മിടുക്കാണ്. ജോമറ്റ് ഈ ST കൊടുക്കുന്ന പിള്ളേരെ കണ്ടക്ടർമാർക്ക് അന്ന് കണ്ടുവിടുന്ന് പറയുന്നത് കുറേ ബസ്സുകളിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് പെങ്കൊച്ചുണ്ടായിരുന്നു, ബിന്ദു എന്ന് പറഞ്ഞിട്ട്. ഒരു ദിവസം അപ്പോൾ ചിലപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഈ നമ്മൾ കോളേജ് വിദ്യാർത്ഥികളല്ല എന്നൊക്കെ തോന്നിയാൽ ഇവർ ID കാർഡ് കാണിക്കാൻ പറയും. അതായത് നമ്മൾ തലയോലപ്പറമ്പ് കോളേജിൽ പഠിക്കുന്ന വെള്ളൂർ താമസിക്കുന്ന ഞാൻ കോട്ടയം ബസ്സിൽ കയറി ടെസ്റ്റ് അടിക്കും, കോട്ടയത്ത് സിനിമ കാണാൻ പോകും. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഇടയ്ക്ക് പിള്ളേർ ഇങ്ങനെ ചെയ്യും. അപ്പോൾ ID കാർഡ് കാണിച്ചെന്ന് പറയും. ഈ ബിന്ദു ഒരു ദിവസം സാരി എടുത്തുകൊണ്ട് വന്നു കോളേജിൽ, ടീച്ചേഴ്സ് ഡേ പോലെ എന്തോ ഒരു ദിവസത്തിന്. എന്നിട്ട് ഈ ST കൊടുക്കാൻ പോയി ഇപ്പോൾ കണ്ടിട്ട് സാരിയെ കൊടുത്തൊരു പെങ്കൊച്ച് STക്ക് പോകേണ്ട കാര്യമില്ലോ, ID കാർഡ് കാണിച്ചേ എന്ന് പറഞ്ഞു. കൊച്ചിനെ നോക്കി ഇയാൾ ID കാർഡ് മേടിച്ചു. ബസ് ഓടുക, കണ്ടക്ടറാ, ചെറുപ്പക്കാരെ കണ്ടക്ടറാ. കുറച്ചേരം ID കാർഡ് നോക്കും, ഫോട്ടോയിൽ കാണുന്നേക്കാളും നേരിട്ട് കാണാനാ ഭംഗിയെന്ന്. നമ്മളോർത്ത് ST കിട്ടത്തില്ലെന്ന്. ഇവൻ ഒരു സെക്കൻഡ് കൊണ്ട് ഇവൻ അങ്ങ് പോയി, എവിടെയോ എങ്കയോ പോയി. ചെറിയൊരു നോട്ടം നോക്കിയിട്ട്. നിങ്ങളുടെ പ്രകടനം എന്തായാലും വളരെ നന്നായിരുന്നു. ജോമനെ നല്ല രസമുണ്ടായിരുന്നു ഇവിടെ. എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചതും ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മറന്ന് ചിരിച്ചതും ഇലക്ഷൻ കഴിഞ്ഞ് ആരെങ്കിലും പ്രചരണത്തിന് ഇറങ്ങുമോ എന്നുള്ളൊരു സാധനമാണ്.
പറഞ്ഞ ടൈമിംഗ് എല്ലാം ഗംഭീരമായിരുന്നു കേട്ടോ. കാര്യം നമുക്ക് ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഫേസ് കണ്ടാൽ അറിയാം, കാര്യം നിങ്ങളുടെ ഉള്ളിലുള്ള നിഷ്കളങ്കത എന്താണെന്നുള്ളത് അറിയാം. ആദ്യമായിട്ടാണ് ചെയ്യണേ, സ്റ്റാൻഡപ്പ് കോമഡി ആദ്യമായിട്ടാണ് ചെയ്യണത്. എന്തായാലും ഇത് ഒരുപാട് യാത്ര ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ ഈ പറയുന്ന പരമാവധി എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി മുമ്പോട്ട് പോട്ടെ. പോസിറ്റീവ് വൈബ് അതെ, പോസിറ്റീവ് ആയിട്ട് അത് തന്നിട്ടുണ്ട് നമുക്ക് കേട്ടോ. താങ്ക് യു സോ മച്ച് അതിന്. അപ്പൊ ഇനിയും വരണം. തീർച്ചയായും തീർച്ചയായിട്ടും വരും. അപ്പൊ താങ്ക് യു സോ മച്ച്.